ലൈംഗികാതിക്രമ ആരോപണം നേരിട്ടതിന് പിന്നാലെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ ഷിംജിത മുസ്തഫ ജാമ്യം ലഭിച്ച ശേഷം പുറത്തിറങ്ങി. അതൊന്നും എന്റെ വിഷയമാവില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു കുടുംബം വേണം. കോഴിക്കോട് ജില്ലാ ജയിലിലായിരുന്നു ഷിംജിത ഉണ്ടായിരുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒന്നും പറയാനില്ലെന്ന് മാത്രമായിരുന്നു പ്രതികരണം. എന്തൊക്കെ പറഞ്ഞാലും ദുർമാരി മറ്റാർത്ത പരിപാടി തന്നെയാണ്. ഒന്നും പറയാനില്ല. കോടതിയിൽ ഹാജരാക്കാനായി ഒരു തവണ ഷിംജിതയെ കൊണ്ടുപോയ സമയത്ത് ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ഷിംജിത പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ വിശദമായൊരു പ്രതികരണത്തിന് ഷിംജിത തയ്യാറായിട്ടില്ല. നിങ്ങൾ മനുഷ്യനോ മൃഗമോ? ഇതൊരു തരം രോഗ തലയ്ക്ക് തളമയ്ക്കേണ്ടി വരുന്ന തോന്നണേ. എന്തായാലും 22 ദിവസം ജയിൽ കഴിഞ്ഞ ശേഷമാണ് ഷിംജിത ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. നേരത്തെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോൾ അന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഇത്തരം പരാതിയിൽ ഉറച്ചു നിൽക്കുന്നെന്നും ഒരു ലൈംഗികാതിക്രമം ഉണ്ടായി എന്ന് ഷിംജിത പ്രതികരിച്ചിരുന്നു. ഇന്നിപ്പോൾ അത്തരം പരാതി ഉറച്ചു നിൽക്കുന്നോ എന്ന് പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു വിശദമായൊരു മറുപടിക്ക് ഷിംജിത നിന്നിട്ടില്ല. ഇതാരും ഉണ്ണിയാർച്ചയോ? ആർച്ചയുടെ നാവിന്നാണോ കീഴടങ്ങളുടെ ആ സ്വരം ഞാൻ കേട്ടത്? എന്തായാലും ഉപാധികളോടെയാണ് ഷിംജിതയ്ക്ക് ഇന്നിപ്പോൾ കോഴിക്കോട് സെഷൻസ് കോടതി പ്രിൻസിപ്പൽ സെഷൻ കോടതി ജാമ്യം നൽകിയത്. 50,000 രൂപയുടെ 2 ആൾ ജാമ്യം, ഒപ്പം മാസത്തിൽ 2ാമത്തെയും 4ാമത്തെയും വെള്ളിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഒപ്പിടണം. അതുമാത്രമല്ല സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ഷിംജിതയ്ക്ക് ജാമ്യം നൽകിയത്. അത്ര പെട്ടെന്ന് കീഴടങ്ങുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്ത് തോന്നുന്നു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ബാംഗ്ലൂരിനേക്കാൾ നല്ലൊരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ സുഖവാസത്തിന് അയക്കുന്നുണ്ട്. അതിന് കുറച്ചുകൂടി ചടങ്ങുകൾ ബാക്കി.